ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളം നിർത്തിയതോടെ കുറുമാലിപ്പുഴ പലയിടത്തും വറ്റിവരണ്ടു. താൽക്കാലിക മൺചിറകളിലൊന്നും വെള്ളമില്ലാത്ത സ്ഥിതിയായി. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ഭൂഗർഭ ജലനിരപ്പും താഴ്ന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ കുറുമാലിപ്പുഴയുടെ തീരങ്ങളിലും ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. വേനലിൽ നിർമ്മിക്കുന്ന തടയണകൾ ശാസ്ത്രീയമായി നിർമ്മിച്ച് കൂടുതൽ ജലം സംഭരിക്കാൻ ശേഷിയുള്ളതാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പുഴയിൽ പ്രതിഷേധവുമായി എത്തി. ഇന്നിവിടെ ഒരു പ്രതിഷേധം വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ പഞ്ചായത്തില് 4 പ്രധാന ചിറകള്, ആ 4 പ്രധാന ചിറകളുള്ള തോട്ടുമുഖം ചിറയുടെ ഒരു 1/2 കിലോമീറ്റർ മുകളിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, കച്ചേരിയുടെ പാലത്തിന്റെ താഴെയായിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. റോഡ് പോലെയാണ് പുഴ കിടക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് കർഷകരാൽ സമ്പന്നമായ ഈ പഞ്ചായത്തിന്റെ ജനങ്ങളോട് ഒരു വെല്ലുവിളി പോലെയാണ് ഒരു സുപ്രഭാതത്തിലെ ഈ ചിറകളിലെ വെള്ളം നിർത്താതെ മൊത്തം തുറന്നു വിട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചൂട് അനുഭവിച്ചതാ. ഇറിഗേഷന്റെ മോട്ടറുകൾ അടിക്കുന്നതിനും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ മോട്ടറുകൾ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിറകൾ കെട്ടി ഇവിടെ വെള്ളം സംരംഭിക്കുന്നത്. ആ മേഖലയാണ് ഇന്ന് വറ്റിവരണ്ട് കിടക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കുറുമാലിപ്പുഴയെ ആശ്രയിച്ചാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജലസേചന പദ്ധതികൾ, ഇപ്പൊ കാർഷിക മേഖലയ്ക്കാകട്ടെ അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികളാകട്ടെ, ഈ ഒരു കുറുമാലിപ്പുഴയെ ആശ്രയിച്ച് മാത്രമാണ് അതൊക്കെ നിലകൊള്ളുന്നത്. ആ 4ഓളം വരുന്ന ചിറകളാണ്. ആ ചിറയിലെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും വെള്ളം ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ കുടിവെള്ള മേഖലയ്ക്കായാലും അത് എല്ലാ മേഖലയ്ക്കും സുലഭമായ വെള്ളം കിട്ടണമെങ്കിൽ ഈ ചിറ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ചിറ നിർമ്മിച്ച് ഇതിൽ വെള്ളം നിന്നെങ്കിൽ മാത്രമാണ് അത് സാധ്യമായുള്ളൂ. ഇപ്പൊ 4ഓളം ചിറ നമുക്കറിയാം ഇറിഗേഷൻ വകുപ്പാണ് ഓരോ വർഷവും അതിന് ഈ കരാറുകാർ അല്ലെങ്കിൽ ആ രീതിയിൽ കരാറടിസ്ഥാനത്തിൽ മൺചിറകളുടെ നിർമ്മാണം. രവീന്ദ്ര മാഷ് ഇവിടെ MLA ആയിരുന്ന സമയത്തും മന്ത്രിയായിരുന്ന സമയത്തൊക്കെ പറഞ്ഞതാണ് സ്ഥിരം തടയണ സംവിധാനം ഈ കുറുമാലി പുഴയിൽ ഉണ്ടാകും എന്നുള്ളത്. അത്തരം ഒരു സ്ഥിരം തടയണ സംവിധാനം നിലനിന്നിരുന്നെങ്കിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ ഈ മൺചിറകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ മേഖലയിൽ എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇനി വരാനിരിക്കുന്ന ഒരു നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് ആ ഒരു വിഷയമാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ വെള്ളാരമ്പാടം നിവാസികള് ഒരു ഇറിഗേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 140 പേര് വീട്ടിലേക്ക് കുടിവെള്ളം അടക്കം കിട്ടുന്ന ഇറിഗേഷനാണ്. ആ ഇറിഗേഷൻ പോലും 3 ദിവസമായിട്ട് അടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും പൈസ ചെലവാക്കി ഇത്രയും വലിയ ചിറ കെട്ടിയിട്ട് ഒരു തുള്ളി വെള്ളം പോലെ ഈ പുഴയിൽ നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് അധികൃതർ ചെയ്യാത്തത് പഞ്ചായത്തിന്റെ കൃത്യവിലോപമാണ്. അവര് കാശ് വാങ്ങിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരായിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഈ കാര്യം അന്വേഷിച്ച് ഈ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിറ കെട്ടിക്കണേ. ഇത് ഒരു തുള്ളി വെള്ളം കണ്ട് കിടക്കണം ഈ ചിറയിൽ. എങ്ങനെ ഈ ജനങ്ങൾ കർഷകര് അവരുടെ ഭൂമി നനയ്ക്കാനായിട്ട് എങ്ങനെയാ ചെയ്യുക? ഇത്രയും വലിയ ഡാമും ഇത്രയും വലിയ പുഴയും ഇത്രയും സൗകര്യമുള്ള ഈ പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. ഇതിനെതിരെ പ്രതികരിക്കല്ലാതെ നമുക്ക് പറയാനല്ലാതെ എന്ത് ചെയ്യാനാ കഴിയുക? പഞ്ചായത്ത് ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.